അപ്പോൾ മണാലിയിലേക്ക് പോരല്ലേ? രാത്രി യാത്രയും അതിലും മനോഹരമായ പുലർക്കാല യാത്രയും ആസ്വദിച്ചുകൊണ്ട് പുസ്തകങ്ങളിൽ മാത്രം കേട്ടു പരിചയമുള്ള സിന്ധു നദിയുടെ കൈവഴിയായ ബിയാസ് നദിയുടെ തീരത്തൂടെയുള്ള യാത്ര ഈ മണാലി യാത്രയെ ഏറ്റവും മനോഹരമാക്കുന്നതായിരുന്നു. രാവിലെ മണാലിയിൽ ചെന്നിറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്കുള്ള വണ്ടി റെഡിയായിരുന്നു. നമ്മുടെ ഏജൻസി തന്നെയാണ് വണ്ടി ബുക്ക് ചെയ്തിരുന്നത്. നേരെ റൂമിലേക്ക് ഇൻവെഞ്ചർ ഗ്രൂപ്പ് ഓഫ് ടൂറിസം എന്നുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. റൂമെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് 2 റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും പെട്ടെന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ആലു പൊറോട്ടയും ചമ്മന്തിയും ചായയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. എന്നിട്ട് നേരെ പോയത് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹഡിംബ ടെമ്പിൾ. മണാലിയിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് പ്ലേസാണ്. മനോഹരമായ ദേവദാരു മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭീമൻ്റെ പത്നിയായ ഹിഡുംബിയെ ആരാധിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണ്. വളരെ പുരാതനമായ ക്ഷേത്രം 1553 പണി കഴിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് ഇപ്പോൾ ഒരു